ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അതിന് ഞാനിവിടെ ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ശർക്കര ആദ്യമേ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ശർക്കര മെൽറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 300 ഗ്രാമിനകത്ത് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. തിക്കാവിയൊന്നും വേണ്ട, മെൽറ്റാവുന്നതിന് നമുക്ക് വരെ വെയിറ്റ്. ഇപ്പോൾ ഞാൻ ശർക്കര ഇവിടെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടിക്കകത്ത് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ബനാന എനിക്ക് ചെറിയ ബനാന കിട്ടിയിട്ടില്ല, ഇത് റോബസ്റ്റ പഴമാണ്. ഇത് 2 എണ്ണമാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ആദ്യം ഒരു ബൗളിലോട്ടെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് മാഷ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ബനാന ഞാൻ നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടിയിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്, ഒരു ടീസ്പൂൺ കാർഡമൻ പൗഡർ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിലും നന്നായി മാവിനകത്ത് ഫുള്ള് മിക്സ് ആയതിനു ശേഷം നമുക്ക് ബനാന ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബനാന നമുക്ക് മാഷ് ചെയ്തത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ജാഗരി കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 1 അവർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇപ്പം 1 അവർ ആയിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട്. ഇനിയിപ്പം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഓയിൽ നന്നായി ഹോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം കുറ്റി. ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിടാം. ഇപ്പോൾ ഞാൻ എല്ലാ ഉണ്ണിയപ്പവും തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി 2 സൈഡും നന്നായി വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം 2 സൈഡും നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവും കൂടി ഇനി എടുത്ത് ഒഴിക്കും. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ഞാനിപ്പം കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. അന്നേരം എപ്പോഴും ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇത് 2 കപ്പ് മാവിന് എനിക്ക് 25 ഉണ്ണിയപ്പമാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ ഗുഡ് ബൈ.